പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമുക്കിന്ന് സ്കൂളിൽ ഓപ്പൺ ഹൗസ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ്. ഇൻസമ്മൻ്റെ അല്ല, ലൈബാടത്. ലൈബാടെ എഫ്രാട് അങ്ങനെ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. അഫ്രാൻ്റെ ഉമ്മയില്ല, അപ്പം ഞാൻ അതിന് പകരം ഞാൻ ഭയങ്കര ഡ്രൈവറൊക്കെ കേട്ടോ. പിന്നെ പ്രോ ഡ്രൈവർ ബിൻസിത ലുബൈബ്. എന്താ ഇവര് പഠിക്കുന്നത് പുറങ്ങ് ഹിലാല് സ്കൂളിലാണ് കേട്ടോ. കുറച്ചുള്ളിലേക്ക് പോവാണ്ട്. ഹിലാൽ പബ്ലിക് സ്കൂൾ. ലൈബ അഫ്രാനും ഒന്നിലും അല്ല രണ്ടിലല്ലേ? രണ്ടിലും. പിന്നെ ജാമ മൂന്നിലുണ്ട്. മുഹമ്മദ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ LKG. അങ്ങനെ കേൾക്കുന്നുണ്ടോ? അതും എടുക്കാൻ പോണേ. എടുക്ക്. ഫ്രണ്ട്സ്, ഇതാണ് അവരുടെ സ്കൂള്, ഹിലാൽ പബ്ലിക് സ്കൂൾ. അങ്ങനെ പുറത്ത് പാർക്കിംഗ് ഒക്കെ ഫുള്ളായ കാരണം നമുക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവർ തന്നിട്ടാണ്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. എന്തോ PT ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അതുമിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ ഹൗസ് നടക്കണം അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആദമിനെ പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിസാമുണ്ട്, ലൈബുണ്ട്, ന്യൂറുണ്ട്. ന്യൂറ ഈ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ. ചെരുപ്പ് രണ്ടും ഒരുമിച്ചാണ് പൊട്ടിയത്. ചെരുപ്പ് വാങ്ങാണ്ട് ഞങ്ങൾ എടപ്പാളിലെ മാക്സിൽക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബാബി കാറ് പാർക്ക് ചെയ്യുന്നു. അപ്പത്തും ഞങ്ങളെല്ലാവരും കൊണ്ട് കയറി. ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഡെയിലി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെരുപ്പാണ്. അങ്ങനെ കുറച്ച് നേരം ഇട്ട് നോക്കുമ്പോൾ സുഖമുണ്ടെന്നൊക്കെ ഞങ്ങൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കി നോക്കുമ്പോൾ കുഴപ്പമില്ല വെച്ചിട്ട് അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടോ. പിന്നെ എനിക്കൊരു പാർട്ടി വെയർ ചെരുപ്പ് വേണമായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്യണം. ഷൂ എടുക്കണോ അതോ സാധാ ഹീൽസ് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കണോ എന്നൊക്കെ ആയിരുന്നു ഒരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഒരുപാട് ചെരുപ്പ് ഇട്ടോക്കിട്ടാണ്. ചെരുപ്പ് ഇട്ടോക്കിയതിൽ ലാസ്റ്റ് ഞാൻ 3 സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വണ്ണാണിത്. ഇത് ഞാൻ കുറച്ച് മാസങ്ങൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു അതൊക്കെ പോയിട്ടുണ്ടാവുന്നു. പിന്നെ ഇതൊരെണ്ണം ഇട്ടോക്കി. ഇത് നല്ല രസമുണ്ട്, ഒരു സ്കിൻ കളറായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നല്ല ബ്രൈഡിനൊക്കെ പറ്റിയ അടിപൊളി ചെരുപ്പാണ് കേട്ടോ. നല്ല റേറ്റും ഉണ്ട് അതിന്. 2500 എന്തോ ഉണ്ട്. അങ്ങനെ ബിൻസി ബാബിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് വേണോ ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഷൂ നോക്കിയിരുന്നു. അങ്ങനെ ഷൂ നോക്കിയപ്പോൾ ഒരു ഷൂ ഇഷ്ടപ്പെട്ടു, ഒരു ആഷ് കളറ്. അപ്പോൾ അതങ്ങനെ എടുത്ത്. അപ്പോൾ ലൈബാക്കും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ലൈബ വലിച്ചു കൊണ്ടുപോയിട്ടാ. ഈ ഷൂ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതിൽ വീണ്ടും എനിക്ക് കൺഫ്യൂഷൻ ചെയ്തെടുക്കണോ അതെടുക്കണം. ഈ ചെരുപ്പ് എനിക്ക് കൊടുക്കാനും തോന്നണില്ല, വാങ്ങാനും ഇഷ്ടമുണ്ട്. പക്ഷേ ഭയങ്കര ബഡ്ജറ്റ് ഒതുങ്ങണില്ല. പിന്നെ ഞാൻ കുറേ നേരം ഇട്ട് നോക്കി ഇങ്ങനെ എന്ത് ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് ഈ ചെരുപ്പ് കൺഫേം ചെയ്തിട്ടോ. കണ്ട വീണ്ടും 2 ഇട്ട് നോക്കിയിട്ട് എന്താ പറയുക, ഊരാൻ തോന്നണില്ല. പക്ഷെ നല്ല രസമുണ്ട് സംഭവം. പക്ഷെ മറ്റേ ചെരുപ്പ് എനിക്ക് ഇട്ടപ്പോൾ ഒന്നുകൂടി എന്തോ ഒരു ഭംഗിയുള്ള പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ ബാബിക്ക് ഇതേപോലെ ചെരുപ്പ് ഏതോ വേണമെന്നിട്ട് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദമിനൊരു ചെരുപ്പ് വാങ്ങാൻ പോയതാണ് കേട്ടോ. ആദമിനും ലൈബാക്കും നേരത്തെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ.
അതിനിടയിൽ ആദമിനെ പിടിച്ചിട്ട് കിട്ടണില്ല. അങ്ങനെ ആദമിനെ ഒരു വിധം പിടിച്ച് മടിയിലിരുത്തിയതാണ് കേട്ടോ. അപ്പോൾ അവനക്ക് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ട് തീരെ സമ്മതിക്കണില്ല, ഇരിക്കണില്ല. ഭയങ്കര കുരുത്തക്കേടാണ്, തീരെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ പാടന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ടാണെന്നറിയില്ല ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോയി. അപ്പോൾ അയിലക്കാട് നല്ലൊരു സ്പോട്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങോട്ട് പോയതുണ്ട്. നല്ല ഏലക്കായും പട്ടക്കട്ട അടിപൊളി ചായയും മുട്ടബജിയും പരിപ്പ് വടയും പിന്നെ വീട്ടിലേക്ക് കുറച്ച് മക്കൾക്ക് കുറച്ച് പൊരിച്ച കടിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. വീട്ടിൽ നിന്ന് ചായ കുടിക്കാത്ത ആൾക്കാരാണ്, പക്ഷേ പുറത്തിറങ്ങിയാൽ ചായ ഞങ്ങൾക്കൊരു നിർബന്ധമാണ്. അങ്ങനെ ഈ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.